ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. കഴിഞ്ഞ ദിവസം ഞാൻ IPv4 എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞതെന്നാണ്. ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത് നമ്മളിതിൻ്റെ ഡേറ്റാഗ്രാം ഫോർമാറ്റ് അല്ലെങ്കിൽ എന്താണെന്നുള്ള ഈ പടം വരെ ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പടം വരെ ഞാൻ കാണിച്ചു. അതെന്താണെന്നുള്ള ഓരോന്നും ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു പാക്കറ്റ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ പാക്കറ്റായിട്ടാണല്ലോ നമ്മൾ ഡേറ്റ അയക്കുക. അപ്പോൾ ആ പാക്കറ്റിനകത്ത് ഹെഡറും കാണും, ഡേറ്റയും കാണും. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഹെഡർ കാണും, ഡേറ്റ കാണും. അതിലെ ഹെഡറിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പാക്കറ്റിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സേവ് ചെയ്യുന്നത് ഈ ഹെഡറിനകത്താണ്. അതായത് അയക്കുന്ന ആളെ പറ്റിയും കിട്ടുന്ന ആളെ പറ്റിയും പോകുന്ന റൂട്ടുകളെ പറ്റിയും ഇതിനകത്തുള്ള പാക്കറ്റിലുള്ള ഡേറ്റയെ പറ്റിയും അല്ലെങ്കിൽ ഇൻഫർമേഷനെ പറ്റിയും എല്ലാം ഉള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഹെഡറിനകത്താണ്. ആ ഹെഡറിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്ര നിങ്ങൾ ഓർത്ത് വെക്കുക. ഹെഡറിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഹെഡറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ നമ്മുടെ പാക്കറ്റിൻ്റെ സൈസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. 20 മുതൽ 60 ബൈറ്റ് വരെ അതിന് ലെങ്ത് കാണുമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. ഞാൻ അതിലേക്ക് ഇനിയും പോകുന്നില്ല. അപ്പം നമുക്ക് ഇത് പരീക്ഷയ്ക്ക് എല്ലാ തവണയും IPv4 ഡേറ്റാഗ്രാം ഫോർമാറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് ഈ പടം വരയ്ക്കണം. ഇതിലുള്ള ഓരോ ഫീൽഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ജസ്റ്റ് ആ ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പടത്തിനകത്ത് എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്, ശരി. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് അതിനകത്ത് വരുന്ന സാധനം എന്ന് പറയുന്നത് വേർഷൻ VR എന്ന് പറയുന്ന സാധനമാണ്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ടോപ്പ് ലെഫ്റ്റ് കോർണർ. അപ്പോൾ അതിൽ VER കാണുന്നുണ്ടല്ലോ. ആ VER എന്ന് പറഞ്ഞാൽ വേർഷനാണ്. VERൻ്റെ ഫുൾ ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത് വേർഷൻ എന്നാണ്. എന്താണ് വേർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 വേർഷൻ ഓഫ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ട്. IP-യുടെ തന്നെ 2 വേർഷനാണുള്ളത്. ആദ്യം കൊണ്ടുവരുന്ന ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം കൊണ്ടുവന്ന സാധനം എന്ന് പറയുന്നത് IPv4 ആണ്. ഓക്കെ, അതിൻ്റെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ IPv6 ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോഴെന്നല്ല കുറച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന സാധനമാണ് IPv6 എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വേർഷനാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിനുള്ളത്. വേർഷൻ 4ഉം വേർഷൻ 6ഉം. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാടെന്ന് ഞാൻ പറയില്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ഡേറ്റാഗ്രാമിൻ്റെ സ്ട്രക്ചറിലും ഉള്ള ഡേറ്റയിലും ഈ കാണുന്ന ഫീൽഡുകളൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡേറ്റ നമുക്ക് ഒരു പാക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ പാക്കറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യം ഇത് വേർഷൻ 4ലുള്ള ആണെങ്കിൽ പാക്കറ്റാണോ വേർഷൻ 6ലുള്ള പാക്കറ്റാണെന്ന് അറിഞ്ഞെങ്കിലേ അതനുസരിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ടിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതറിയാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽഡ് തന്നെ 4 ബിറ്റ് എന്തിനുള്ള വേർഷനെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് 4 6 2 വാല്യൂസ് അതിനകത്ത് വരുള്ളൂ. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ആ 2 വാല്യൂ ആ ഫീൽഡിൽ വരുള്ളൂ. 4 ആണെങ്കിൽ IPv4 ആണ്, 6 ആണെങ്കിൽ IPv6 ആണ്. ഇനി തൊട്ട് അടുത്ത അതിനോട് ചേർന്നുള്ള അടുത്തത് HLEN. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. HLEN അതെന്ന് പറയുന്നത് ഹെഡർ ലെങ്ത് ആണ്. ഓക്കെ, ഇത് ഹെഡർ ലെങ്ത് ആണ്. അപ്പോൾ ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ഹെഡർ, അതായത് നമ്മളിപ്പോൾ ഹെഡറും ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹെഡറിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എത്ര ഉണ്ടെന്നുള്ളത് അതിന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡ് ഞാൻ കഴിഞ്ഞ നമുക്ക് 20 മുതൽ 60 ബൈറ്റ് വരെ നമുക്ക് ഹെഡറിന് ലെങ്ത് വരാൻ ചാൻസ് ഉണ്ട്. 20 മുതൽ 60. ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ ഡേറ്റ ഒന്നും ഇല്ലെങ്കിൽ അത് 20 കാണുകയുള്ളൂ. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡിനകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഹെഡറിൻ്റെ ലെങ്ത് കൂടിയും കുറഞ്ഞിരിക്കും. 20 മിനിമം. 20 തൊട്ട് 60 വരെ വരാം ഈ ഒരു ഓപ്ഷൻ്റെ ഫീൽഡിൻ്റെ വാല്യൂ അനുസരിച്ച്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 20, എന്തെങ്കിലും ഉണ്ടെങ്കിൽ 60. അപ്പോൾ അത് ഉള്ളതനുസരിച്ച് എത്രയാണ് കറക്റ്റ് ലെങ്ത് എന്ന് എന്താണെന്ന് കാണിക്കാനാണ് നമുക്ക് എന്തുള്ളത് ഈ ഹെഡർ ലെങ്ത് എന്ന് പറയുന്ന ഫീൽഡ്. അപ്പോൾ അതിനകത്തുള്ള വാല്യൂ അനുസരിച്ച് ആ വാല്യൂവിന് ഇപ്പോൾ അതിനകത്ത് എത്രയാണോ അതിൻ്റെ വാല്യൂ, ആ വാല്യൂവിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ. ഇപ്പോൾ എത്രയാണോ HLEN എന്ന് പറയുന്ന ഫീൽഡിൽ 4 ബിറ്റ് വാല്യൂ ആണ്. 4 ബിറ്റ് എന്ന് പറയുന്നത് 0000 മുതൽ 1111 വരെ നമുക്ക് പോകാൻ പറ്റും. അതിൽ 4 ബിറ്റ് വാല്യൂ നമുക്ക് ആണെങ്കിൽ എന്താണ് 0000 മുതൽ 1111 വരെ ഉള്ളതിനകത്ത് ഉള്ള വാല്യൂ എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ സൈസ് അറിയുന്നത്. അതിൽ തുടങ്ങുന്നത് നമ്മൾ എത്രയാണോ വാല്യൂ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ മിനിമം വാല്യൂ നമ്മൾ 5 വെച്ച്. അപ്പം ഫോർ എക്സാമ്പിൾ ഓപ്ഷനിൽ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ, ഓപ്ഷനകത്ത് ഡേറ്റ ഒന്നും ഇല്ലെങ്കിൽ HLEN-നകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും, 5 ആയിരിക്കും. സോ ദാറ്റ് 5 × 4 വിൽ ബി ഈക്വൽ ടു 20 നമ്മുടെ ബേസ് വാല്യൂ. ഇനി ഓപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ മൊത്തം ഡേറ്റ ആണെങ്കിൽ നമ്മുടെ HLEN എന്ന് പറയുന്നതിനകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും, 15. സോ ദാറ്റ് 15 × 4 എത്ര? 60. മാക്സിമം 60 ബൈറ്റ്സ്. അങ്ങനെ നമുക്ക്
ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ ഹെഡറിന് മൊത്തം എത്ര സൈസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹെഡറിൻ്റെ ലെങ്ത് len എന്ന് പറയുന്ന ഈ ഫീൽഡ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ len നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മൊത്തം എത്ര സൈസ് ഉണ്ടെന്നുള്ളത്. മൂന്നാമത്തത് സർവീസ് എന്ന് പറയുന്ന ഫീൽഡാണ്. ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ താഴെയുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ, ഞാനിപ്പോൾ കാര്യം പറയുന്നേ ഉള്ളൂ. മൂന്നാമത്തത് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അയക്കുന്ന പാക്കറ്റിനെ നെറ്റ്വർക്ക് എങ്ങനെ സർവീസ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യണം, അതിന് എന്തുമാത്രം പ്രയോറിറ്റി കൊടുക്കണം, അത് എങ്ങനെയാണ് അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതാണ് 8 ബിറ്റുള്ള ഈ സർവീസ് എന്ന് പറയുന്ന ഫീൽഡ്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ ഉള്ള സർവീസസ് അവൈലബിൾ ആണ്. നിലവിൽ 2 രീതിയിലുള്ള സർവീസസ് അവൈലബിൾ ആണ്. അത് ഒന്നെന്ന് പറയുന്നത് സർവീസ് ടൈപ്പ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് സർവീസ് ടൈപ്പും 2 ഡിഫറൻഷിയേറ്റഡ് സർവീസസും. ഈ 2 രീതിയിൽ നമ്മൾ ഈ ഒരു 8 ബിറ്റ് ഫീൽഡിനെ യൂസ് ചെയ്യാറുണ്ട്, സർവീസസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? സർവീസ് ടൈപ്പും ഡിഫറൻഷിയേറ്റഡ് സർവീസസും. അതിൽ ആദ്യത്തെ ഈ സർവീസ് ടൈപ്പ് എന്നുള്ള സാധനം നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എന്താ പറയുന്നത്, സർവീസ് ടൈപ്പിൻ്റെ മേളിലുള്ള ഒരു ഫിഗർ 20.6 ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഫിഗർ 20.6 ഉണ്ട് സർ. ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ബിറ്റാണുള്ളത്. ഇടയ്ക്ക് DTRC ഒക്കെ ഉള്ള ഫിഗറിൻ്റെ കാര്യമാണ് പറയുന്നത്. മൊത്തം 8 ബിറ്റാണ്. ആദ്യത്തെ 3 എണ്ണം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. അടുത്തത് DTRC എന്നാണ്, അടുത്തത് ഫ്രീ ആയിട്ട് കിടക്കുക. ഇതാണ് 8 ബിറ്റ് കിടക്കുന്നത്. അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 എണ്ണം 1, 2, 3 എണ്ണം അത് നമ്മൾ വിളിക്കുന്ന പേര് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. പ്രിസിഡൻസ് എന്നാണ് ആ 3 ബിറ്റുകളെ വിളിക്കുന്ന പേര്, പ്രിസിഡൻസ് ബിറ്റ്. എന്താണ് പ്രിസിഡൻസ് ബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റി. അതിൻ്റെ മീനിങ് പ്രയോറിറ്റി ഇതാണ്. പ്രിസിഡൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രയോറിറ്റി എന്നാണ്. അതായത് നമ്മുടെ ഈ 3 ബിറ്റിലെ വാല്യൂ അനുസരിച്ചാണ് എൻ്റെ പാക്കറ്റിന് പ്രയോറിറ്റി അസ്യൂം ചെയ്യുന്നത്. അതായത് പ്രയോറിറ്റി മീൻസ് ആ പാക്കറ്റിന് ആണെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണോ, ഇമ്പോർട്ടൻസ് കുറച്ച് മതിയോ, അതാണ് പ്രയോറിറ്റി. അതായത് 3 ബിറ്റാണ് പ്രിസിഡൻസ് ബിറ്റുകൾ. അപ്പം എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്? 8 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. 000 മുതൽ 111 വരെയുള്ള. ആ 111 എന്നുള്ളതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. 000 എന്നുള്ളതായിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിലെ കൺജഷൻ കാരണം ഒരു പാക്കറ്റ് കളയണം, 2 പാക്കറ്റ് ഉണ്ട്, ഒരു പാക്കറ്റ് കളയണം. അപ്പോൾ അവരങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നോക്കുന്നത് ഈ പ്രയോറിറ്റിയാണ്. ഈ പ്രിസിഡൻസ് ബിറ്റിന് അതുള്ള പ്രയോറിറ്റി നോക്കും. പ്രയോറിറ്റി കൂടുതലുള്ളതിനെ കളയത്തില്ല, പ്രയോറിറ്റി കുറവുള്ളതിനെ ഡിസ്കാർഡ് ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ 3 ബിറ്റുകൾ പ്രിസിഡൻസ്. അത് കഴിഞ്ഞുള്ള DTRC അതിന് നമ്മൾ വിളിക്കുന്ന പേര് TOS ബിറ്റ് എന്നാണ്. TOS ബിറ്റ്സ്. TOS എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സർവീസ് എന്നാണ് TOS മീൻ ചെയ്യുന്നത്. TOS ബിറ്റുകൾ എന്തെന്ന് ചോദിച്ചാൽ ഏത് ടൈപ്പ് ഓഫ് സർവീസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ പാക്കറ്റുകളെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ TOS ഉദ്ദേശിക്കുന്നത്. അതായത് D എന്ന് പറഞ്ഞാൽ മേളിൽ കൊടുത്തിട്ടുണ്ട് മിനിമൈസ് ഡിലേ. T എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ത്രോപുട്ട്. R എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് റിലയബിലിറ്റി. C എന്ന് പറഞ്ഞാൽ മിനിമൈസ് കോസ്റ്റ്. ഈ 4 കാര്യങ്ങളാണ്. അതായത് DTRC ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ മാത്രമേ അറ്റ് എ ടൈം 1 വരുള്ളൂ. ബാക്കി 3 ഫീൽഡും 0 ആയിരിക്കും. അതായത് D1 ആണെങ്കിൽ Tയും Rഉം Cയും 0 ആയിരിക്കും. T1 ആണെങ്കിൽ Dയും Rഉം Cയും 0 ആയിരിക്കും. R1 ആണെങ്കിൽ Dയും Tയും Cയും 0 ആയിരിക്കും. C1 ആണെങ്കിൽ Dയും Tയും Rഉം 0 ആയിരിക്കും. അറ്റ് എ ടൈം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ 1 ആവുള്ളൂ. അതിൻ്റെ മീനിങ് ഇപ്പോൾ D1ഉം TRC 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുവാ? ഈ പാക്കറ്റിനെ എത്രയും ഡിലേ കുറച്ച് അയക്കാൻ പറ്റുമോ അത്രയും ഡിലേ കുറച്ച് അയക്കണം. D ആണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമത്തെ T ആണ് 1ഉം Dയും Rഉം Cയും 0 ആണ്. അതിൻ്റെ മീനിങ് എന്തുവാ? ത്രോപുട്ട് മാക്സിമൈസ് ചെയ്യണം. ഡിലേയും കുഴപ്പമില്ല, റിലയബിലിറ്റിയും കുഴപ്പമില്ല, കോസ്റ്റും കുഴപ്പമില്ല, നമുക്ക് ബാധകമല്ല. ഇനി R1ഉം ബാക്കി 3ഉം 0 ആണെങ്കിലോ റിലയബിലിറ്റി മാക്സിമം ആയിരിക്കണം, ഡിലേ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ത്രോപുട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, കോസ്റ്റ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് C ആണ് 1, Dയും Tയും Rഉം 0 ആണെങ്കിലോ ഇവർ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. മെയിൻലി നമ്മൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്.
ഡിസ്റ്റൻസ് എത്രയും കുറയ്ക്കാവോ അത്രയും കുറയ്ക്കുക. നമ്മൾ ഡിലേ നമ്മൾ നോക്കുന്നില്ല, ത്രോപുട്ട് നമ്മൾ നോക്കുന്നില്ല, റിലയബിലിറ്റി നമ്മൾ നോക്കുന്നില്ല. ഇതാണ് TOS ബിറ്റ്, ടൈപ്സ് ഓഫ് സർവീസ്. ഏത് സർവീസാണ് വേണ്ടത്? ഡിലേക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ത്രോപുട്ടിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റിലയബിലിറ്റിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കോസ്റ്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇതാണ് നമ്മുടെ TOS ബിറ്റുകൾ. അപ്പോൾ ആദ്യത്തെ 3 ഉപയോഗിച്ച് നമ്മുടെ പാക്കറ്റിൻ്റെ പ്രയോറിറ്റി, അത് കഴിഞ്ഞുള്ള 4 ബിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ലാസ്റ്റിലെ ബിറ്റ് റിസർവ്ഡ് ആണ്, നമ്മൾ ഉപയോഗിക്കത്തില്ല. ഏറ്റവും ലാസ്റ്റിലെ 8ാമത്തെ ബിറ്റ് ഉപയോഗിക്കില്ല. അപ്പോൾ ആദ്യത്തെ 3 പ്രസിഡൻസ്, പിന്നുള്ള 4 ടൈപ്പ് ഓഫ് സർവീസ്, 8ാമത്തെ ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതാണ് നമ്മുടെ സർവീസ് ടൈപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 8 ബിറ്റുകൾ. ഇനി ഇതേ 8 ബിറ്റുകളെ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് സർവീസസ് ആയിട്ട് ഉപയോഗിക്കും. ഇതേ 8 ബിറ്റുകളെ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് സർവീസ് ആയിട്ടും ഉപയോഗിക്കും. അതിനകത്ത് നമ്മൾ ആണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. അതിൽ ലാസ്റ്റിലെ 2 ബിറ്റുകൾ നമ്മൾ ഉപയോഗിക്കില്ല. ലാസ്റ്റിലത്തെ 2 ബിറ്റുകൾ നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ആ ലാസ്റ്റിലത്തെ 2 ബിറ്റുകൾ നമ്മൾ ഉപയോഗിക്കില്ല. അവസാനത്തെ ആദ്യത്തെ 6 എണ്ണം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആ ആദ്യത്തെ 6 എണ്ണത്തിനകത്തു നിന്ന് 3 3 ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 6 എണ്ണത്തിനെ 3 3 ഡിവൈഡ് ചെയ്യുക. റൈറ്റ് സൈഡിലെ 3 എണ്ണം, അത് ഓർത്തുകൊള്ളുക, ടോട്ടൽ നമുക്ക് 8 ബിറ്റ്. ഡിഫറൻഷിയേറ്റഡ് സർവീസ് ആണ് പറയുന്നത്. ടോട്ടൽ 8 ബിറ്റ്, അവസാനത്തെ 2 ബിറ്റ് ഉപയോഗിക്കത്തില്ല. അപ്പോൾ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? ആദ്യത്തെ 6 എണ്ണം. ആ ആദ്യത്തെ 6 എണ്ണത്തിനകത്ത് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നു. അതിൽ രണ്ടാമത്തെ 3 ബിറ്റുകളിൻ്റെ വാല്യൂ മൊത്തവും 0 ആണെങ്കിൽ, രണ്ടാമത്തെ നമ്മുടെ 3 ബിറ്റുകളുടെ വാല്യൂ മൊത്തം 0 0 0 ആണെങ്കിൽ, ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കും, പ്രസിഡൻസ് ബിറ്റുകളായിരിക്കും. അതായത് മൊത്തം 8, ലാസ്റ്റ് 2 ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ 6നെ ഫസ്റ്റ് 3 ലാസ്റ്റ് 3 ഡിവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് 3 0 ആണെങ്കിൽ ഫസ്റ്റ് 3 എന്തുവാണ്? പ്രയോറിറ്റി ബിറ്റുകളാണ്. ഇനി ലാസ്റ്റ് 3 0 അല്ല, വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 6 ബിറ്റുകളുടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ ടൈപ്പ് ഓഫ് സർവീസ് കൊടുക്കും. ഈ 6 ബിറ്റുകളുടെ ഒരുമിച്ച് ചേർത്ത് ടൈപ്പ് ഓഫ് സർവീസ്. അതായത് നമുക്ക് നേരത്തെ ടൈപ്പ് ഓഫ് സർവീസ് കാണിക്കാൻ വേണ്ടി എത്ര ബിറ്റുകളുണ്ടായിരുന്നു? 1 2 3 4 4 ബിറ്റുകളെ ഉള്ളായിരുന്നു. ഇതതിന് പകരം ഈ 6 ബിറ്റുകളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പല കോമ്പിനേഷനിലുള്ള പല ടൈപ്പ് ഓഫ് സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഡിഫറൻഷിയേറ്റഡ് സർവീസിൻ്റെ മീനിങ്. ഇതിൻ്റെ എല്ലാം ഏതൊക്കെ സർവീസ്, ഇത് നമ്മൾ കാണാൻ പഠിക്കേണ്ട, ഏതൊക്കെ സർവീസാണെന്നൊക്കെ ഉള്ള എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ സർവീസ് എന്ന് കാണാൻ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഓക്കെ ഏതൊക്കെയായി? ഇപ്പോൾ വേർഷൻ മനസ്സിലായി, ഹാർഡ്വെയർ ലെങ്ത്, സോറി നമ്മുടെ ഹെഡർ ലെങ്ത് മനസ്സിലായി, സർവീസ് മനസ്സിലായി. ഇനി അടുത്തത് ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെഡറിൻ്റെ ടോട്ടൽ ലെങ്ത്, സോറി ഹെഡറിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ല, സോറി എൻ്റെ പാക്കറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്. അതായത് ഹെഡറും എൻ്റെ ഡേറ്റയും കൂടെ ചേർത്തുകൊണ്ട് മൊത്തത്തിൽ എൻ്റെ പാക്കറ്റിന് എത്ര ലെങ്ത് ഉണ്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് HLEN-നകത്തുനിന്ന് ഹെഡർ ലെങ്ത് കിട്ടും, ടോട്ടൽ ലെങ്ത് ഇവിടെയുണ്ട്. അപ്പോൾ ഡേറ്റ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഡേറ്റയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലെങ്തിനകത്തുനിന്ന് ഹെഡറിൻ്റെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ കിട്ടും? ഡേറ്റയുടെ ലെങ്ത് കിട്ടും. അപ്പോൾ ഡേറ്റയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ടോട്ടൽ ലെങ്ത് എന്നുള്ളൊരു ഫീൽഡും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേർഷൻ കണ്ടുപിടിച്ചു, ഹെഡറിൻ്റെ ലെങ്ത്, ഹെഡറിൻ്റെ സൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, സർവീസുകൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായി, ടോട്ടൽ ലെങ്ത് മൊത്തത്തിലുള്ള എൻ്റെ ഹെഡറും ഡേറ്റയും കൂടെ ചേർത്തുള്ള പാക്കറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര കണ്ടുപിടിച്ചു. ടോട്ടൽ ലെങ്തും ഹെഡർ ലെങ്തും അറിയാമെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഡേറ്റയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. അത്രയും വരെ മനസ്സിലായി. ഇനി അടുത്ത റോയിലെ 3 എണ്ണം അവിടെ കിടക്കട്ടെ. ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്സ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഈ 3 എണ്ണം അവിടെ കിടക്കട്ടെ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് തൊട്ട് താഴെ ടൈം ടു ലീവ് കാണുന്നുണ്ടോ? ടൈം ടു ലീവ് 8 ബിറ്റ് സാധനമാണ് ടൈം ടു ലീവ്. എന്താണ് ടൈം ടു ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ ലിറ്ററലായിട്ടുള്ള മീനിങ് എന്തുവാ? ടൈം ടു ലീവ്, ജീവിച്ചിരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ എത്ര സമയം ജീവിച്ചിരിക്കണം, അതാണ് കാണിക്കുന്നത് ടൈം ടു ലീവ്. അത് ലിറ്ററൽ മീനിങ് തന്നെയാണ്. അതായത് ഒരു പാക്കറ്റ് നമ്മൾ ഒരു നെറ്റ്വർക്കിനകത്തോട് ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ആ പാക്കറ്റ് അപ് ടു എറ്റേണിറ്റി, അല്ലെങ്കിൽ ഉള്ള കാലം മുഴുവൻ ആ നെറ്റ്വർക്കിൽ കിടക്കുന്നത് ശരിയല്ല, കൺജഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര റൂട്ടറിൽ കൂടെ പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര നോഡുകൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ എന്ത് ചെയ്യണം? പാക്കറ്റ് എന്തോ ചെയ്യണം? ഡിസ്കാർഡായോ നശിച്ചോ പോകണം. ഇല്ലെങ്കിൽ ഉള്ള കാലം മുഴുവൻ എന്തോ ചെയ്യും? ആ പാക്കറ്റ് നമ്മുടെ നെറ്റ്വർക്കിനകത്ത് കിടന്നാൽ കൺജഷൻ കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ പാക്കറ്റും അല്ലെങ്കിൽ ഓരോ നമ്മൾ അയക്കുന്ന ഡേറ്റയും എത്ര
കാലം ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ എത്ര ഈ റൂട്ടിനകത്തൂടെ പോകണം, അല്ലെങ്കിൽ എത്ര തവണ അത് പോകാൻ പറ്റും, അതിൻ്റെ ഒരു ടൈം, എത്ര നാളത് ജീവിച്ചിരിക്കണം എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഏത് ടൈം ടു ലീവ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഫീൽഡ്. അതായത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ആ ടൈം ടു ലീവ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് നമ്മളൊരു വാല്യൂ ഇടും, ഒരു ഫിക്സഡ് വാല്യൂ. ഓരോ തവണ ഇത് ഓരോ റൂട്ടിൽ കൂടെയോ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് അടുത്ത റൂട്ടിൽ പോകുമ്പോൾ ഒന്ന് പറയും, അതിനടുത്ത റൂട്ടിൽ പോകുമ്പോൾ വീണ്ടും ഒന്ന് പറയും, അങ്ങനെ കുറഞ്ഞ് എപ്പോഴാണോ ഈ ടൈം ടു ലീവ് എന്ന് പറയുന്ന ഫീൽഡിലെ വാല്യൂ 0 ആവുന്നത്, ആ സമയം ഈ പാക്കറ്റ് സെൽഫ് ഡിസ്ട്രക്റ്റ് ആവും അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. പിന്നെ ഈ പാക്കറ്റ് എടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സോഴ്സ് അയക്കുമ്പോൾ ഇതിനകത്തൊരു ഫിക്സ്ഡ് വാല്യൂ നമ്മൾ കിട്ടും. അത് ഓരോ റൂട്ടിൽ കൂടെയും ഓരോ നോഡിൽ കൂടെയും പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ഓരോന്ന് വരുന്നത് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് എപ്പോൾ 0 ആവുന്നു അപ്പോൾ നിൽക്കും. ഇത് നമ്മൾ കൺജഷൻ കുറയ്ക്കാനും നെറ്റ്വർക്കിനത് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ടൈം ടു ലീവ് വെക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് വേറൊരു ഗുണം കൂടെ. ഇതിനെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് ഡേറ്റ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു പേഴ്സണൽ നെറ്റ്വർക്കാണ്. ആ പേഴ്സണൽ നെറ്റ്വർക്കിനകത്ത് ആകെ ഒരു 3 നോഡേ ഉള്ളൂ, 3 നോഡുകളേ ഉള്ളൂ. അതിന് വെളിയിലേക്ക് ഈ പാക്കറ്റ് പോകാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും മതി, ഈ ടൈം ടു ലീവ് എന്നുള്ള വാല്യൂ 3യോ അതിൽ കുറച്ചോ ഇട്ടാൽ അത് എൻ്റെ നെറ്റ്വർക്കിനകത്ത് പോവുകയാണെങ്കിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ എന്ത് ആവും, 0 ആവും. അത് പിന്നെ എങ്ങോട്ടും എന്ത് ചെയ്യത്തില്ല, ആ പാക്കറ്റ് പോകത്തില്ല. അതാണ് ടൈം ടു ലീവ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടൈം ടു ലീവ് കഴിഞ്ഞുള്ളത് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഈ IP എന്ന് പറയുന്നത് ഏത് ലെയറിലാണ്? നമ്മൾ 7 ലെയർ പഠിച്ചതിനകത്ത് ഈ IP എന്ന് പറയുന്നത് ഏത് ലെയറിലാണ് നമ്മൾ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നെറ്റ്വർക്ക് ലെയറിലാണ്. നെറ്റ്വർക്ക് ലെയറിൻ്റെ തൊട്ട് മേളിലുള്ള ലെയർ എന്നറിയോ? ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിലാണ് IP അഡ്രസ്സ് ഉള്ളത്, IP അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ഉള്ളത്. ആ IP-യുടെ തൊട്ട് മേളത്തെ ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വേറെ ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്. TCP, UDP, ICP എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടോക്കോൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏത് പ്രോട്ടോക്കോളിലേക്കാണ് ഈ ഡാറ്റ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ഏത് ഈ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ എൻ്റെ ഈ പാക്കറ്റ് നെറ്റ്വർക്ക് ലെയറിൽ വന്നിട്ട് അടുത്തത് പോകേണ്ടത് TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലേക്കാണെങ്കിൽ ഈ ഫീൽഡിനകത്ത് എന്താ കാണിക്കും? TCP എന്ന് കാണിക്കും. TCP കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണിക്കും. ഇനി അത് പോകേണ്ടത് ICMP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലേക്കാണെങ്കിൽ അത് കാണിക്കും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആ കാണിച്ചേക്കുന്ന പാക്കറ്റ് ഇതിൻ്റെ തൊട്ട് ഹയർ ലെവലായ ട്രാൻസ്പോർട്ട് ലെയറിൽ ഏത് പ്രോട്ടോക്കോളിലേക്കാണോ പോകുന്നത് എന്ന് കാണിക്കാനുള്ള ഫീൽഡാണ് പ്രോട്ടോക്കോൾ. അത്ര മാത്രം ഓർത്താൽ മതി. അപ്പോൾ ടൈം ടു ലീവ് മനസ്സിലായി, പ്രോട്ടോക്കോൾ മനസ്സിലായി. ഇനി അടുത്തുള്ളത് ഹെഡർ ചെക്സം. ചെക്സം നമ്മൾ പഠിച്ചതാ. എന്തുവാണ് ചെക്സം? ചെക്സം നമ്മൾ പഠിച്ചത്. എന്തുവാ ചെക്സം? ഓർമ്മയുണ്ടോ? എറർ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ നമ്മളെ സഹായിക്കുന്ന സാധനമാണ്. എറർ കറക്ഷൻ ഡിറ്റക്ഷൻ മെത്തേഡാണ് ഇത് ചെക്സം എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് എൻ്റെ ജോലി. പക്ഷെ നമ്മളിവിടെ ഫുൾ പാക്കറ്റിൻ്റെ അല്ല എറർ ഡിറ്റക്ഷനോ കറക്ഷനോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെയാണ് ഹെഡറിൻ്റെയാണ്. ഇപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫോർമാറ്റിലുള്ള ഈ ഹെഡറിൻ്റെ ചെക്സം. കാരണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഹെഡറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള സാധനമാണ് ഹെഡർ ചെക്സം. ഇത് ഓരോ റൂട്ടറിൽ കൂടെ പോകുമ്പോഴും ആ റൂട്ടർ എന്ത് ചെയ്യും? ഈ ഹെഡറിൻ്റെ ചെക്സം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓരോന്നും ഹെഡറിൻ്റെ ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും, ഇവിടെ എറർ വന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അതിനെ ഒന്നുകിൽ ആ പാക്കിന് ഡിസ്കാർഡ് ചെയ്യും, അല്ലെങ്കിൽ ആ പാക്കറ്റിന് റീസെൻഡ് ചെയ്യാൻ പറയും, ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഹെഡറിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഫുൾ പാക്കറ്റിൻ്റെ അല്ല ചെക്സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹെഡറിൻ്റെ മാത്രം ചെക്സമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ആ ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാനിപ്പം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അതായത് നമുക്ക് മൊത്തത്തിലുള്ള ഡേറ്റയെ പല പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ആ കിട്ടിയ റിസൾട്ടിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതുകൂടെ നമ്മൾ അയച്ചു കൊടുക്കും. ഇപ്പോൾ റിസീവറിൽ ചെല്ലുമ്പോൾ അവരും എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 ആണെങ്കിൽ, ഔട്ട്പുട്ട് കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ എറർ ഒന്നുമില്ല. റിസൾട്ട് 0 അല്ലാതെ എന്ത് വന്നാലും അതിൻ്റെ മീനിങ് എവിടെയോ എറർ വന്നിട്ടുണ്ട്. ഇതാണ് ചെക്സം. അപ്പോൾ അത് നമ്മൾ ഹെഡറിൻ്റെ മാത്രം നമ്മൾ ഓരോ തവണയും കാൽക്കുലേറ്റ് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും, എറർ ഇല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹെഡറിൻ്റെ ചെക്സം. പിന്നെ സോഴ്സ് IP അഡ്രസ്സും ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സോഴ്സ് എവിടെ നിന്നാണോ വരുന്നത് അയാളുടെ IP അഡ്രസ്, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ പോകേണ്ടത് അയാളുടെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്.
അങ്ങനെ സോഴ്സ് ഐ പി അഡ്രസ്സും ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സും. അപ്പോൾ ഇടയ്ക്ക് ഒരു 3 ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐഡൻറ്റിഫിക്കേഷൻ എന്തുവാണെന്നും ഫ്ലാഗ്സ് എന്തുവാണെന്നും ഫ്രാഗ്മെൻറ്റേഷൻ എന്തുവാണെന്നും പറഞ്ഞുതരാം. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേർഷൻ, ഹെഡർ ലെങ്ത്, സർവീസ്, ടോട്ടൽ ലെങ്ത്, മറ്റേ ടൈം ടു ലീവ്, പ്രോട്ടോകോൾ, ഹെഡർ ചെക്സം, സോഴ്സ് ഐ പി അഡ്രസ്, ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ് ഓപ്ഷൻ, ഇത്രയും ഫീൽഡുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? അത്രയും പറഞ്ഞിരിക്കണം. ഇനി എന്താണ് ഈ പറയുന്ന ഞാൻ വിട്ടേക്കുന്ന 3 ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് സെറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്നും മനസ്സിലൊന്ന് ഇത് ചെയ്യണം. അതായത് ഒന്ന് ഇമാജിൻ ചെയ്യണം. മനസ്സിലൊരു പിക്ചർ നിങ്ങൾ ഉണ്ടണം. ഒരു വലിയൊരു പാക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു വലിയൊരു പാക്കറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഒരു ചെറിയൊരു വാതിലിൽ കൂടെ കയറ്റിവിടാൻ നോക്കുമെന്ന് വിചാരിച്ചു. ഒരു വലിയ പാക്കറ്റ് ഒരു ചെറിയൊരു വാതിലിൽ കൂടെ കയറ്റിവിടാൻ നോക്കുക. പറ്റത്തില്ല. അതായത് പാക്കറ്റ് വലുതാണ്, അതിന് അത് കയറ്റി വിടേണ്ട വാതിൽ ചെറുതാണെങ്കിൽ അത് കയറില്ല. അപ്പോൾ ആ പാക്കറ്റിനെ ആ വാതിലിൽ കൂടി കയറ്റി വിടണമെങ്കിൽ എന്തോ ചെയ്യണം? കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക. ഒരു വലിയ പാക്കറ്റ്, ചെറിയ വാതിൽ, അതിനകത്തോട് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. എന്തോ ചെയ്യണം? എന്തോ ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കി. നമ്മളെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? ഒരു വലിയ സാധനത്തിനെ ഒരു ചെറിയ വാതിലൂടെ കയറ്റി വിടണം. എന്തോ ചെയ്യണം? അവിടെ? ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഹലോ അന്നു പറഞ്ഞു. ഒരു വലിയ സാധനത്തിന് ചെറിയൊരു സാധനം വാതിൽ കൂടെ കയറ്റി വിടണം. നമ്മൾ എന്തോ ചെയ്യണം? അതിനെ മുറിച്ച് ചെറുതാക്കിയെങ്കിലല്ലേ നമുക്ക് കയറ്റിടാൻ പറ്റുള്ളൂ. ഒന്നും കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഉള്ള സാധനം വലുതാ, കൊണ്ടുപോകേണ്ട വഴി ചെറുതാ. നമ്മൾ എന്തോ ചെയ്താലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനെ മുറിച്ച് ചെറുതാക്കിയെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിയാണോ? ആണോ? ആണ്. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇവിടെ ഉള്ളവന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടോ? അജിത്തെ, ലൈജു, ഏതു എല്ലാവരും ഉണ്ടോടാ? അപ്പൊ നമ്മൾ അതിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ചെറിയ പാക്കറ്റിനകത്ത് ചെറുതാക്കിയെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് എൻ്റെ ഒരു പാക്കറ്റ്, ഞാൻ അയക്കുന്ന നെറ്റ്വർക്കിലൂടെ അയക്കുന്ന ഒരു പാക്കറ്റ് വലിയൊരു പാക്കറ്റാണ്. പക്ഷേ അത് ചെല്ലുന്ന പ്രോട്ടോക്കോളിന്, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു പ്രോട്ടോക്കോളിന് അത്രയും വലിയ പാക്കറ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തോ ചെയ്യണം? ഈ വലിയ പാക്കറ്റിനെ മുറിച്ച് എന്തോ ആക്കണം? കൊച്ചു പാക്കറ്റ് ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് പാക്കറ്റിൻ്റെ സൈസ് വലുതാ, അയച്ചേക്കുന്ന പാക്കറ്റിൻ്റെ സൈസ് വലുതാ, ഒരു പ്രോട്ടോക്കോളിലോട്ട് വന്നു. ആ പ്രോട്ടോക്കോളിന് പക്ഷേ അത്രയും വലിയ പാക്കറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തോ ചെയ്യും? ആ വലിയ പാക്കറ്റിനെ മുറിച്ച് കൊച്ചു പാക്കറ്റാക്കി അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിനോട്ട് ആക്കണം. ശരിയാണോ? ഒരു പ്രോട്ടോക്കോളിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസിന്, പാക്കറ്റിൻ്റെ സൈസിന്, ഒരു പ്രോട്ടോക്കോളിന് ആ പ്രോട്ടോക്കോളിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം, അല്ലെങ്കിൽ എത്രയാണോ പറ്റുന്നത് അതിൻ്റെ മാക്സിമം സൈസിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് മാക്സിമം ട്രാൻസ്മിഷൻ സൈസ്, അല്ലെങ്കിൽ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്, MTU എന്നാണ് വിളിക്കുന്നത് ഓരോന്നിനും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ഉള്ള പാക്കറ്റിനെ എന്ത് ചെയ്യണം? ചെറുതാക്കണം. വലിയ പാക്കറ്റായിരുന്നു, മറ്റേതിന് അത്രയും വലുതിനെ പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? ചെറിയ പാക്കറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് വലിയ പാക്കറ്റിനെ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കുക എന്നുള്ള ജോലിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്തിന് ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രോട്ടോക്കോളിനും അതിൻ്റേതായിട്ടുള്ള MTU ഉണ്ട്, മാക്സിമം ട്രാൻസ്മിഷൻ സൈസ് അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ട്, ട്രാൻസ്മിസബിൾ യൂണിറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ സൈസിന് മേളിലുള്ള പാക്കറ്റാണ് വരുന്നതെങ്കിൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ആ സൈസിലേക്ക് എന്ത് ചെയ്യണം? ചെറുതാക്കണം. ആ ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ജോലിക്ക് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ഈ വരുന്ന പാക്കറ്റുകളെ കുഞ്ഞു പാക്കറ്റാക്കി വിട്ടാൽ മതിയോ? ഇതിനെ തിരിച്ച് റിസീവർ ചെല്ലുമ്പോൾ ഒന്നിച്ചാക്കണ്ടേ? ഇവിടുന്ന് കുഞ്ഞായിട്ട് പിന്നെ മുറിച്ചങ്ങ് വിട്ട് ഇതിനെ റിസീവർ ചെല്ലുമ്പോൾ വീണ്ടും ഈ സാധനത്തിനെ ഒന്നാക്കണ്ടേ? ഒന്നാക്കണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ എന്ന് പറയുന്ന പാക്കറ്റിനെ മുറിച്ച് A1, A2, A3, A4, A5 ആക്കി തിരിച്ച് റിസീവർ ചെല്ലുമ്പോൾ
ഇത് എയുടെ പാക്കറ്റ് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആണോ, ഇത് ബിയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആണോ, സിയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആണോ എന്ന് അറിഞ്ഞെങ്കിലല്ലേ തിരിച്ചവിടെ ചെല്ലുമ്പോൾ എ ഒരുമിച്ചാക്കാനും ബി ഒരുമിച്ചാക്കാനും സി ഒരുമിച്ചാക്കാനും പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞ് ഫ്രാഗ്മെൻ്റ് ആക്കുമ്പോൾ ഓരോന്നിനും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനുള്ള ഫീൽഡാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് റോയിലെ ഫീൽഡ്. അതായത് നമ്മൾ കുഞ്ഞും മാക്സിമം ട്രാൻസ്മിഷൻ നമ്മൾ യൂണിറ്റ് സൈസ് അനുസരിച്ച് നമ്മൾ ഓരോന്നിനെയും ചെറുതാക്കുമ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫീൽഡാണ് ആ കാണിച്ചേക്കുന്ന 16 ബിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡ്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡ് അതായത് നിങ്ങളുടെ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് ഒരു 13 ബിറ്റിൻ്റെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. അതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, വലിയ പാക്കറ്റിനെ കുഞ്ഞുതാക്കുക. ഇത് ഒരു വലിയ പാക്കറ്റ് എടുത്താൽ ആ പാക്കറ്റിൻ്റെ എത്രാമത്തെ ചെറിയ പാക്കറ്റ് എത്രാമത്തെ ഫ്രാഗ്മെൻ്റ് ആണ് ഈ പാക്കറ്റ് എന്ന് കാണിക്കുന്നതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. തുടക്കത്തിൽ നിന്ന് എത്രാമത്തെ പാക്കറ്റാണ് അല്ല എത്രാമത്തെ പോർഷനാണ് ഈ ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ചെറുതാക്കിയ സാധനം എന്ന് കാണിക്കാനുള്ളതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഇപ്പോൾ ഒരു 10 എന്ന വാല്യൂ കിടക്കുന്നെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുവാ, തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ള 10ാമത്തെ പാക്കറ്റാണ് ഈ പാക്കറ്റ് എന്ന് കാണിക്കുന്നതാണ് ഏത്, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ പാക്കറ്റിനെ ചെറുതാക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ പോയിന്റിനെ നമ്മൾ അയക്കുന്നതായിരിക്കും. ആ ഓരോ ചെറിയ പാക്കറ്റുകൾക്ക് നമ്മൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണം, എങ്കിലേ നമുക്ക് തിരിച്ച് റീഅസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ പാക്കറ്റും ഇത് തുടക്കത്തിൽ നിന്ന് എത്രാമത്തെ പാക്കറ്റാണെന്ന് കാണിക്കുന്നതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. ഇനി അതും കൂടാതെ നമുക്കൊരു ഫീൽഡും കൂടി നമുക്ക് ബാക്കിയുള്ളൂ, ഈ ഫ്രാഗ്മെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഫ്ലാഗുകൾ, 3 ബിറ്റിൻ്റെ ഫ്ലാഗുകൾ. എന്താണ് 3 ബിറ്റിൻ്റെ ഫ്ലാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, 3 ബിറ്റുകളേ ഉള്ളൂ. ഇപ്പം പറയാം. അതായത് ഇത് കഴിഞ്ഞിട്ടാ ഫ്ലാഗ് 3 ബിറ്റ്. ആദ്യത്തെ ബിറ്റ് റിസർവ്ഡാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. 3 ബിറ്റുകളേ ഉള്ളൂ. ആദ്യത്തെ ബിറ്റ് റിസർവ്ഡ് ആണ്. രണ്ടാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന ബിറ്റ്. ആദ്യത്തെ ബിറ്റ് റിസർവ്ഡ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ്. ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റിനെ ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന ബിറ്റ് 1 ആയി വരുന്ന ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ ആ പാക്കറ്റിനെ ഇനിയും എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ പാക്കറ്റും ചിലപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇൻറ്റൻറ്റ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളതിനെ മുറിക്കാൻ പാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ എന്തിലേക്ക് വന്നു, ഒരു പ്രോട്ടോക്കോളിലേക്ക് വന്നു. ആ പ്രോട്ടോക്കോളിൻ്റെ മാക്സിമം പ്രോസസ് ചെയ്യാൻ പറ്റുന്ന സൈസ് MTU-നെക്കാട്ടിലും വലുതാണ് വന്ന പാക്കറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി അതിനെ എന്തോ ചെയ്യണം, ഫ്രാഗ്മെൻറ്റ് ചെയ്യണം. പക്ഷേ ഈ ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് ബിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് പ്രോട്ടോക്കോളിന് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കാണിക്കുന്ന ഫീൽഡാണ് ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ് ബിറ്റ്. ആദ്യത്തെ ബിറ്റ് റിസർവ്ഡ് ആണ്, രണ്ടാമത്തെ ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് മോർ ഫ്രാഗ്മെൻറ്റ് എന്നാണ് ആ ബിറ്റിൻ്റെ പേര്. മൂന്നാമത്തെ ബിറ്റിൻ്റെ പേര് മോർ ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ അത് മോർ ഫ്രാഗ്മെൻറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോർ ഫ്രാഗ്മെൻറ്റ് ബിറ്റ് ആ ഫ്ലാഗ് 1 ആണെങ്കിൽ ഈ വന്ന പാക്കറ്റ് ലാസ്റ്റ് പാക്കറ്റ് അല്ല, ഇനിയും ഫ്രാഗ്മെൻറ്റുകൾ വരാനുണ്ട് എന്നാണ് എൻ്റെ മീനിങ്. അതായത് ഒരു പാക്കറ്റ് വന്നു, ആ പാക്കറ്റിനകത്തെ ഫ്ലാഗ് എടുത്തിട്ട് മോർ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് ലാസ്റ്റ് പാക്കറ്റ് അല്ല, ഇനിയും ഫ്രാഗ്മെൻറ്റുകൾ വരാനുണ്ടെന്നാണ് അർത്ഥം. ഇനി അഥവാ ഈ മോർ ഫ്രാഗ്മെൻറ്റ് ബിറ്റിൻ്റെ അകത്തെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് അവസാനത്തെ പാക്കറ്റ് അല്ലെങ്കിൽ അവസാനത്തെ ഫ്രാഗ്മെൻ്റ് ആണ്, ഇനി ഫ്രാഗ്മെൻറ്റുകളൊന്നും വരാൻ പാടില്ല, നിങ്ങൾക്ക് റീഅസംബിൾ ചെയ്യാം എന്നാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓടിച്ച് നിങ്ങൾക്ക് പറയാം, ഇതിൻ്റെ ഓരോന്നിൻ്റെ എന്തൊക്കെയാണെന്നത് പറയാം. അതായത് ഇവിടെ പോയി ഫോർമാറ്റ് ഓക്കെ. അതായത് നമുക്ക് നമ്മുടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹെഡറും കാണും ഡേറ്റയും കാണും. ആ ഹെഡറിൻ്റെയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സൈസ് ആണെങ്കിൽ ഡേറ്റാഗ്രാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തത് വേർഷൻ കാണിക്കും, IPv4 ആണോ IPv6 ആണോ. രണ്ടാമത്തത് നമ്മുടെ ഹെഡറിൻ്റെ ലെങ്ത്, അത് നമുക്ക് 20 മുതൽ 60 വരെ പോവാം. 20 ആണെങ്കിൽ അതിന് കിടക്കുന്ന വാല്യൂ 5 എന്നായിരിക്കും, 60 ആണെങ്കിൽ അതിന് കിടക്കുന്ന വാല്യൂ 15 എന്നായിരിക്കും. അതിനിടയ്ക്കുള്ള ഏത് വാല്യൂം വരാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഈ ഓപ്ഷൻ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷനിൽ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 5 ആയിരിക്കും, ടോട്ടൽ 20. ഓപ്ഷൻ ഫുൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 15 ആയിരിക്കും, 15 × 4 60.
അടുത്ത സർവീസ്, ഇതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്ന് കാണിക്കുന്നതാണ് സർവീസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, സർവീസ് ടൈപ്പും ഉണ്ട്, അത് ഡിഫറൻഷിയേറ്റ് ഉണ്ട്. ഞാനത് പറഞ്ഞെന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ടോട്ടൽ ലെങ്ത്, എൻ്റെ ഹെഡറും ഡേറ്റയും കൂടെ ചേർന്നുള്ള പാക്കറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് കാണിക്കുന്ന സാധനമാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ്. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് ഇവിടെ അറിയാം, ഹെഡർ ലെങ്ത് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡേറ്റയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ രണ്ടാമത്തെ റോയിലുള്ള മൂന്നെണ്ണം നമുക്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? ഫ്രാഗ്മെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പാക്കറ്റിൻ്റെ സൈസ് ഒരു പ്രോട്ടോക്കോളിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റിനെക്കാട്ടിലും വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വലിയ പാക്കറ്റിനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ പാക്കറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഫീൽഡ്. ആ പാക്കറ്റുകളെ പറ്റി, ആ ഫ്രാഗ്മെൻറ്റേഷനെ പറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ഫ്ലാഗുകൾ നമുക്കുണ്ട്. ആ ഫ്ലാഗ് ബിറ്റുകളുണ്ട്. ആദ്യത്തെ ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റിസർവ്ഡ് ആണ്. രണ്ടാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ഫ്രാഗ്മെൻറ്റ്. ആ ബിറ്റ് 1 ആണെങ്കിൽ ഈ പാക്കറ്റിനെ പിന്നെ ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് മോർ ഫ്രാഗ്മെൻറ്റ്. അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിനർത്ഥം ഇനിയും ഫ്രാഗ്മെൻറ്റുകൾ വരാനുണ്ട്, ഇനിയും പാക്കറ്റുകൾ വരാനുണ്ട്, ഇത് ലാസ്റ്റ് പാക്കറ്റ് അല്ല. ആ ഫീൽഡിൻ്റെ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഇനി ഫ്രാഗ്മെൻറ്റുകളൊന്നും വരാനില്ല, ദിസ് വാസ് ദ ലാസ്റ്റ് പാക്കറ്റ്, യു ക്യാൻ റീഅസംബിൾ, ഇതാണ് എൻ്റെ മീനിങ്. അടുത്തത് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. അതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് എത്രാമത്തെ ഫ്രാഗ്മെൻ്റ് ആണ് ഇത് നമ്മുടെ പർട്ടിക്കുലർ പാക്കറ്റ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് എന്ന് കാണിക്കുന്നതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. പിന്നുള്ള ടൈം ടു ലീവ്, ഒരു ആണെങ്കിൽ പാക്കറ്റ് ഒരു നെറ്റ്വർക്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ ഒരു സോഴ്സ് ഒരു ഡേറ്റ അയക്കുമ്പോഴും അതിൻ്റെ ഒരു ഈ ഫീൽഡിൽ ഒരു ഫിക്സഡ് വാല്യൂ ഇടും. അത് ഓരോ റൂട്ടിൽ കൂടെയും ഓരോ നോഡിൽ കൂടെയും പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ഓരോന്ന് ഡിക്രിമെൻ്റ് ആയി വന്ന് അതിൻ്റെ വാല്യൂ ഫൈനലി 0 ആവും. അത് എപ്പോൾ 0 ആവുന്നു ആ സമയത്ത് ആ പാക്കറ്റ് പെരിഷ് ആവും. ആ പാക്കറ്റ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് കളയും. അതാണ് ടൈം ടു ലീവ്. ഇനി അടുത്തത് പ്രോട്ടോകോൾ. ഇത് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിലാണ് ലെയറിലാണ് നമ്മൾ ഈ പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് തൊട്ട് മേളത്തെ ഏത് പ്രോട്ടോക്കോളിലേക്കാണ് ഈ പാക്കറ്റ് പോകേണ്ടത് എന്ന് കാണിക്കുന്നതാണ് ഏത് ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഫീൽഡ്. അത് TCP ആയിരിക്കാം, UDP ആയിരിക്കാം, IDCMP ആയിരിക്കാം, അങ്ങനെ പലതുണ്ടാവും. ഏതാണെന്ന് കാണിക്കുന്നതാണ് അത്. അടുത്തത് ഹെഡർ ചെക്സം. പ്രത്യേകം ശ്രദ്ധിക്കുക, ടോട്ടൽ പാക്കറ്റിൻ്റെ ചെക്സം അല്ല, ഹെഡറിൻ്റെ മാത്രം ചെക്സമാണ്. ചെക്സം എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ മെത്തേഡാണ്. ഹെഡറിനകത്ത് എററുകളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സാധനമാണ് ഹെഡർ ചെക്സം. അടുത്ത സോഴ്സ് IP അഡ്രസ്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്. അയക്കുന്ന ആളിൻ്റെ IP അഡ്രസ്, എങ്ങോട്ടാണോ അയക്കുന്നത് അയാളുടെ IP അഡ്രസ്. അതിനുശേഷം ഓപ്ഷൻ ഫീൽഡ് നിർബന്ധമില്ല, ഉണ്ടാവാം, ഇല്ലായിരിക്കാം. മനസ്സിലാവുന്ന ഇപ്പോഴാണ് നമ്മൾ എല്ലാ ഫീൽഡുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ട് എല്ലാ തവണയും ചോദിക്കുന്നതാണ്. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ശരി. അത് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇത് വരച്ചിട്ട് ഓരോന്നിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇത് വായിച്ച് നോക്കണം. ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി തന്നതാണ്, വായിച്ച് നോക്കിയിട്ട്